ഇവിടെയെങ്ങും കാണുന്നില്ലോ ചാരു. നമുക്ക് അകത്തൊന്ന് പോയി നോക്കിയാലോ? വാ. ഇവിടെങ്ങും കാണുന്നില്ലല്ലോ ചേച്ചി. ചേച്ചി അങ്ങോട്ട് നോക്ക്, ഞാൻ അവിടെ നോക്കാം. ചേച്ചി അവിടെയൊന്നുമില്ല. അമൃതേച്ചി വന്നേ, നമുക്ക് അമ്പലത്തിനകത്തൊന്ന് നോക്കാം. ഭദ്രകാളി, ആ പൂവ് വിൽക്കുന്ന പെൺകുഞ്ഞ് ആരാണ്? ദേവി വിഗ്രഹത്തിന് മുന്നിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച വാടിപ്പോയ പൂവ് മുട്ടുകളാവുന്നവള് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ അത് നടന്നു ഭഗവതി. ബാലമാമയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്നതായും ആ പെൺകുട്ടി അവിടെ എത്തി നാരങ്ങ കൊടുക്കുന്നതായും ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ സംഭവം ബാലമാമയുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി. ആ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ലെന്ന് തോന്നുവോ ഭഗവതി? ആ കുട്ടിയെ ഒരിക്കൽ കൂടി കാണണമെന്നും എല്ലാം ചോദിച്ചറിയണമെന്ന് കരുതിയ ഞാൻ ഇറങ്ങിയത്. പക്ഷെ സ്ഥിരമായിട്ടുണ്ടാവുന്ന സ്ഥലത്ത് പോലും ആ കുട്ടിയില്ല. അങ്ങനെ ഒരു കുട്ടി ആർക്കും അറിയില്ല. സത്യത്തിൽ ആരാ ആ കുട്ടി? എങ്ങനെയെങ്കിലും ആ കുട്ടി എന്റെ കൺമുന്നിലൊന്ന് കാണിച്ചതാ ഭഗവതി. എവിടെ പോയി അന്വേഷിക്കാനാ? നീ വാ, നമുക്ക് പോവാം. ചേച്ചി, കൃഷ്ണഖഡ്ഗശോഭിതേ ത്രിശൂലിനി കപാലികേ പ്രപഞ്ചകാരിണി ശിവേ രാജരാജപൂജിതേ ചിദഗ്നികുണ്ഡലർത്തകി ചിദംബര പ്രവേശിനി ചിദഗ്നി ഭസ്മധാരിണി ചിദംബരേശ്വരി ശിവേ അനേകശസ്ത്രധാരിണി ദിഗംബരി ഭയങ്കരി മഹാകൃപാപ്രദായിനി കാലികേ നമോസ്തുതേ കാലികേ നമോസ്തുതേ ഭദ്രകാലികേ നമോസ്തുതേ. മോളെ ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചു, എന്നിട്ട് കണ്ടില്ലല്ലോ. അവിടെ ഇവിടെയൊക്കെ എന്നെ അന്വേഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഞാനില്ലാത്തടത്തല്ല എന്നെ അന്വേഷിക്കേണ്ടത്. അങ്ങനെ പോയാൽ എന്നെ കാണുകയുമില്ല. അല്ല, എന്തിനാ എന്നെ അന്വേഷിച്ചേ?
അതെ, മോൾ ഒരിക്കല് ഞങ്ങൾക്ക് കുറച്ച് വാടിയ പൂ തന്നത് ഓർമ്മയുണ്ടോ? എന്നിട്ട് അന്ന് പറഞ്ഞായിരുന്നു ദേവിയുടെ മുന്നിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചാൽ കുറച്ചു കഴിയുമ്പോ അത് മുല്ലമുട്ടായി മാറുന്ന. എന്നിട്ട് എന്തു പറ്റി? മുല്ലമുട്ടായില്ലേ? അതിനെന്നെ വഴക്ക് പറയാൻ വന്നതാണോ? അയ്യോ അല്ല, അത് മുല്ലമുട്ടായിട്ട് മാറി. അതെങ്ങനെയാ സംഭവിച്ചേ?